ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമീണ മേഖലയിലെ സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനാണ് കേരളോത്സവങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഒ.ആർ. കേളു. ഇന്ത്യ ന്യൂസിലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഇഷാൻ കിഷന് സെഞ്ചുറി. വാർത്തകൾ വിശദമായി. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം ബജറ്റിന്റെ പകർപ്പ് രാജ്യസഭയിൽ മേശപ്പുറത്ത് വയ്ക്കും. കേന്ദ്ര ധനമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ശ്രീമതി നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണിത്. ബജറ്റ് പ്രസംഗം പൂർത്തിയായ ശേഷം മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും രേഖകൾ ലഭ്യമാകും. കേന്ദ്ര ബജറ്റ് അവതരണത്തിന് ശേഷം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 30ഓളം കോളേജ് വിദ്യാർത്ഥികളുമായി ധനമന്ത്രി സംവദിക്കും. 2ാമത് ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിൽ എത്തിയ പ്രതിനിധി സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അറബ് ലോകവും ഇന്ത്യയും തമ്മിൽ കാലങ്ങളായി തുടർന്നു പോരുന്ന ബന്ധത്തിന് ശക്തി പകരാൻ സമ്മേളനം സഹായകരമാണെന്ന് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം തുടങ്ങി ഇരു മേഖലകളിലെയും ജനങ്ങൾക്ക് പരസ്പരം പ്രയോജനകരമായ രീതിയിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമെന്നത് ആഗോള മാനദണ്ഡമായിരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 2ാമത് ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന്റെ ആമുഖ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. എല്ലാ രൂപത്തിലുമുള്ള ഭീകരത ഇന്ത്യയ്ക്കും അറബ് രാഷ്ട്രങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരതയെ ചെറുക്കാൻ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം എടുത്തു പറഞ്ഞു. Cross-border terrorism is particularly unacceptable because it violates the basic principles of international relations and diplomacy. Societies targeted by terrorism have the right to defend themselves and will understandably exercise it. It is essential that we strengthen international cooperation to combat what is a global scourge. Zero tolerance for terrorism must be an uncompromising universal norm. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബു സൈദിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിർണായക ധാതുക്കൾ, മേഖലാ വികസനം തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഒമാനുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിശ്വാസ്യത ചർച്ചയിൽ പ്രതിഫലിച്ചതായി ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ത് ഗുരു രവിദാസിന്റെ 649ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേരായ ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട് എന്നത് അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ലുധിയാനയിലെ ഹൽവാര വിമാനത്താവളത്തിലെ ടെർമിനൽ മന്ദിരവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജലന്ധർ ജില്ലയിലെ ദേര സച്ഖണ്ഡ് ബെല്ലാൻ സന്ദർശിക്കുന്ന ശ്രീ മോദി അവിടെ പ്രാർത്ഥന നടത്തുകയും സന്ത് ഗുരു രവിദാസ് ജിയുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരട്ടിയാക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പ്രമുഖ ദേശീയ ദിനപത്രങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തന്ത്രപരമായ മേഖലകളെ സംരക്ഷിക്കുന്നതോടൊപ്പം രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്ന കരുത്തുറ്റ ഒന്നാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് മന്ത്രി പറഞ്ഞു. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് സുതാര്യവും ജനസൌഹൃദവും ഉത്തരവാദിത്വമുള്ളതും ആയിരിക്കുന്നതിന് സർക്കാർ ഉമീദ് പോർട്ടലിൽ സർവേ മോഡ്യൂളും വഖഫ് പ്രോപ്പർട്ടി ലീസ് മോഡ്യൂളും പുറത്തിറക്കി. ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഗുണഭോക്താക്കൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനും ന്യൂനപക്ഷ മന്ത്രാലയം സെക്രട്ടറി ചന്ദ്രശേഖർ കുമാർ എല്ലാ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വഖഫ് ബോർഡുകളോട് നിർദ്ദേശിച്ചു. കൊച്ചി ക്യാൻസർ സെന്ററിന്റെ ഉദ്ഘാടനം അടുത്ത മാസം 9-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി പി രാജീവ്. 4 ബ്ലോക്കുകളിലായി നിർമ്മിച്ചിരിക്കുന്ന ക്യാൻസർ സെന്റർ കേരളത്തിൽ ഹരിതചട്ടം പാലിച്ചുള്ള ആദ്യ ആശുപത്രിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗ്രാമീണ മേഖലയിലെ സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും സാംസ്കാരിക കേരളത്തെ കൂടുതൽ കരുത്തുറ്റത് ആക്കാനുമാണ് കേരളോത്സവങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഒ.ആർ. കേളു പറഞ്ഞു. കണ്ണൂർ ജില്ലാതല കേരളോത്സവം പെരളശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഇതിലൂടെ സാധിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 19,521 അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് പ്രവാസികളിൽ നിന്ന് അടക്കം 11,66,456 അപേക്ഷകളും ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21-ന് പ്രസിദ്ധീകരിക്കും. സ്വച്ഛതാ പക്വാഡയുടെ ഭാഗമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള CBC പാലക്കാടിന്റെ നേതൃത്വത്തിൽ കോട്ടയ്ക്കാട് സ്നേഹജ്വാല വൃദ്ധസദനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ദർശന സ്കൂൾ ഓഫ് മ്യൂസിക്കും SN മ്യൂസിക്കും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷത്തിന്റെ കാര്യത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ 5ാമത് ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വേദി ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വേദിയാണ്. ലോക കേരള സഭ പോലുള്ള ഒരു വേദി ലോകത്തെവിടെയെങ്കിലും ഉണ്ട് എന്ന് ആ ഘട്ടത്തിലും നാം കേട്ടില്ല, പിന്നീടും കേട്ടില്ല. അപ്പോൾ ലോകത്ത് തന്നെ അപൂർവമായി ഒന്ന്. കാതലായ മാറ്റങ്ങളോടെയാണ് 2025-ൽ ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ വെൽഫെയർ ബില്ല് പ്രസിദ്ധീകരിച്ചതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഈ മാസം 29-ന് ആരംഭിച്ച ലോക കേരള സഭയുടെ 5ാം സമ്മേളനത്തിൽ 500-ലധികം പ്രവാസി പ്രതിനിധികൾ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിലയിലും വരുമാനം കണ്ടെത്തണമെന്ന് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാൽ. തദ്ദേശ ഭരണത്തിന്റെ ഭാവി സാധ്യതകൾ എന്ന വിഷയത്തിൽ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പിന്തുണ ലഭ്യമാക്കണമെന്നും ശ്രീ KN ഹരിലാൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെ ആദ്യഘട്ട താക്കോൽ കൈമാറ്റം അടുത്ത മാസം 15-ന് ശേഷം നടക്കുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ടൌൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാവുന്ന 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നതെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 700 കാട്ടുപന്നികളെ കൊന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ്. 2025 മെയ് 31 മുതൽ ഇന്നുവരെയുള്ള കണക്കാണിത്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യയ്ക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം മത്സരത്തിൽ ന്യൂസിലൻഡിന് 272 റൺസ് വിജയലക്ഷ്യം. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 20 ഓവറിൽ 5 വിക്കറ്റിന് 271 റൺസ് നേടി. ഇന്ത്യയ്ക്കായി ഇഷാൻ കിഷൻ സെഞ്ചുറിയും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അർദ്ധ സെഞ്ചുറിയും നേടി. അസമിൽ സന്തോഷ് ട്രോഫി ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ന് രാവിലെ നടക്കേണ്ടിയിരുന്ന സർവീസസിനെതിരെയുള്ള കേരളത്തിന്റെ അവസാന മത്സരം മാറ്റിവെച്ചു. മത്സരം നാളെ രാവിലെ 9 മണിക്ക് സിലാപഥർ സ്റ്റേഡിയത്തിൽ നടക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ അരീന സബലങ്കയെ തകർത്ത് എലീന റൈബാക്കിന തന്റെ കന്നി കിരീടം സ്വന്തമാക്കി. പുരുഷ ഡബിൾസ് കലാശ പോരാട്ടത്തിൽ അമേരിക്കൻ ബ്രിട്ടീഷ് സഖ്യം ക്രിസ്റ്റ്യൻ ഹാരിസൺ നീൽ സ്കുപ്സ്കി ജോഡി ജേതാക്കളായി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ നാളെ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് ലോക 1-ാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പഞ്ചാബ് സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമീണ മേഖലയിലെ സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കാനാണ് കേരളോത്സവങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി OR കേളു. ഇന്ത്യയ്ക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 5ാം മത്സരത്തിൽ ന്യൂസിലൻഡിന് 272 റൺസ് വിജയലക്ഷ്യം. ഇഷാൻ കിഷന് സെഞ്ചുറി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.